ഗായ്സ്, അപ്പോൾ നമ്മളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ജസ്റ്റ് എന്തെങ്കിലും വോയിസ് അല്ലെങ്കിൽ എന്തെങ്കിലും സോങ് എന്തെങ്കിലും കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടാറുള്ളൂ വീഡിയോസ്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് വീഡിയോ ഇടാം കേട്ടോ. വായി കൈപ്പോയി ഗൈസ്, ഇത് തനിയെ ഡ്രൈ ആവാൻ വേണ്ടി വിടണം കേട്ടോ. എന്തോ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് രസമില്ലെന്ന് പറയാം. എനിക്ക് ഈ സൈഡ് പാർട്ടീഷനൊക്കെ എടുത്തിട്ടുള്ളത് എനിക്ക് രസമുള്ളൂ. നമുക്ക് എന്തായാലും ഇതഴിച്ചിട്ട് നമ്മൾ സാധാ മുടി കെട്ടാം. എനിക്കിങ്ങനെ കെട്ടി ശീലമല്ലോ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കെട്ടുന്നത്. എനിക്ക് ആകെ ഒരു സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് നോർമലി അങ്ങനെ കെട്ടല്ലാതെ എൻ്റെ മുടിക്ക് ഒന്നും പറ്റില്ല. ഒന്നാമത് എൻ്റെ ഇവിടെ മുടിയില്ല കണ്ടു. അതും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറാണ്. നമ്മളൊരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് അധികം നമ്മൾ പുട്ടി അടിക്കണില്ല. കുറച്ച് മോയ്സ്ചറൈസർ എടുക്കാം. എന്നാലും ലേശം ഇട്ടാൽ മതി, കാരണം ഞാൻ വീഡിയോ കോൺ എടുക്കുന്നത്. നിങ്ങൾ ലേശം ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഇട്ടോളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. സൺസ്ക്രീനാണ്. ഇതെനിക്ക് ഡോക്ടർ എഴുതി തന്നതാണ്. UV ഡോക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു സൺസ്ക്രീനാണ്. സോറി, മോയ്സ്ചറൈസർ കാണിച്ചു തന്നില്ലല്ലേ. ഇത് നിങ്ങൾക്കറിയാം, എൻ്റെ വീട്ടിലെ വീഡിയോസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുള്ളൂ, കാരണം ഇത് നല്ല അത്യാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല എക്സ്പെൻസീവാണ്. സോ നമ്മളിത് കുറച്ച് എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു കളർ ഉണ്ടല്ലേ, ഒരു ഫൗണ്ടേഷൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡാണ്. പിന്നെ ഒന്നാമത് ഞാൻ വീഡിയോക്ക് വേണ്ടി തന്നെ എടുക്കണതുകൊണ്ട് കുറച്ചെടുക്കണം. എനിക്ക് ഈ പ്രോഡക്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ സാധാരണ കുടുംബം നമുക്കൊരു കൺസീലർ ഇടാം. ആദ്യം കൺസീലർ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല, കാരണം അത്യാവശ്യത്തിന് പാടുകളൊക്കെ ഫേസിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൺസീലർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കൺസീലർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഷെയ്ഡ് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കാരമലാണ് കേട്ടോ. നമ്മൾ കൺസീലർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, കയ്യേറ്റൊക്കെ ചെയ്യും. ബ്ലഷ് ഇട്ട് കൊടുക്കുക. ഇത് മാൾസിൻ്റെ ബ്ലഷാണ്. ഇത് എനിക്ക് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. ഇനി ശല്യപ്പെടുത്തേണ്ട ആൾ വരുന്നുണ്ട് ഗൈസ്. എൻ്റെ വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല. കണ്ട ഒച്ച ഉണ്ടാക്കണേ നന്നാച്ചി. ശല്യപ്പെടുത്താനുള്ള ആൾ വന്നിട്ട് ഉള്ളിൽ ഇനിയിപ്പോൾ കുറേ ഒന്ന് പോയി തരും. വീഡിയോ ബുള്ളറ്റ് അല്ല കുള്ളറ്റ് പോ നടത്തേരാം. നമ്മൾ മാൾസിൻ്റെ ഓയിൽ ബ്ലോട്ടർ ജെൽ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ഫേസിൽ നമുക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാൻ നല്ലോണം. ജസ്റ്റ് ഒരു ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോകുമ്പോൾ കണ്ണൊക്കെ ഒന്ന് തിളങ്ങിയിരിക്കട്ടെ. ജസ്റ്റ് ഒരു ഗ്ലിറ്റർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് കുറേ ഈ കണ്ണിൻ്റെ മുകളിൽ കുറേ ഈ ബ്ലാക്ക് കളറ് അതേപോലെ റെഡ് കളറൊന്നും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതൊരു പാലറ്റ്, എനിക്ക് പാലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇതിൻ്റെയാണ് മിസ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇതെനിക്കൊരു ഷോപ്പ് പോയപ്പോൾ എനിക്ക് ഇതിൻ്റെ കളേഴ്സ് കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അല്ലാതെ ഞാൻ ബ്രാൻഡൊന്നും നോക്കിയിട്ട് മേടിച്ചതല്ല. അത്യാവശ്യം അഫോർഡബിളും ആയിരുന്നു. ഇതിനെ തുടച്ച് കളയാനുള്ളതല്ലേ, എന്തിനാ പറയുന്നത് 3000-4000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ ഫേസിലിട്ടിട്ട് എന്നിട്ട് തുടച്ച് ഇങ്ങനെ കളയുമ്പോൾ ആ 3000 രൂപ ഇങ്ങനെ കയ്യിലിരിക്കും. വെറുതെ എന്തിനാ അത്രയും പൈസ കൊടുത്ത് നമ്മൾ തുടച്ച് കഴിക്കണം. എനിക്ക് ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, അതെനിക്കറിയാം. പിന്നെ ഐബ്രോസൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാറായിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട. ഞാൻ അങ്ങനെ എനിക്ക് ചിലപ്പോൾ കണ്ടൻറ്റൊന്നും കിട്ടാതെ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനോട് ചോദിക്കട്ടോ, ഇനിയിപ്പോൾ എന്താ കണ്ടൻറ്റ് ഇടാം. ഇനിയിപ്പോൾ കുറേ കണ്ടൻറ്റ് എൻ്റെ ഫോണിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാലോ. അത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഓരോ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതൊന്നും ഐഡിയ അല്ല, ഇതിൻ്റെ ഐഡിയാണ്. ഇതിപ്പോൾ ഐഡിയ പറയാനുള്ളതൊന്നും ഇല്ലല്ലോ. ലിപ് ലൈനർ യൂസ് ചെയ്യുക. ഇത് മാൾസിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഷെയ്ഡ് വന്നിട്ട് ഡീപ്പ് ഡൗൺ എന്നാണ് ഷെയ്ഡ് വന്നിട്ട്. ഈ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഡെയിലി മേക്കപ്പായിട്ട് കൂട്ടാം കേട്ടോ. ലിപ്സ്റ്റിക്ക് എന്ത് സിമ്പിൾ മേക്കപ്പ് ആണെങ്കിലും ലിപ്സ്റ്റിക്ക് ഞാൻ സ്കിപ്പ് ചെയ്യില്ല, കുഴപ്പമില്ല. എന്നും എത്രയാണോ ലിപ്സ്റ്റിക്ക്. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്ത ലിപ്സ്റ്റിക്കാണ്, മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തു മാത്രം. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇങ്ങനെ തോന്നിയെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റ് ലുക്ക്. മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലത്തെ കളറോ പെയിൻ്റൊക്കെ പോയിക്കുന്നുണ്ട് ഗൈസ്. നമുക്കിതൊന്ന് യൂസ് ചെയ്ത് കൊടുക്കാം. എനിക്കിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തെറ്റെന്ന് എനിക്കറിയാം. എനിക്ക് കണ്ണാടി വേണം, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. എവിടേക്കും പോകാനുള്ള മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ജസ്റ്റ് വിങ്സ് മാത്രം ഇട്ടാൽ മതിട്ടുണ്ട്. ഒരു സിമ്പിൾ മേക്കപ്പ് അല്ലേ, അപ്പോൾ നമുക്ക് വിങ്സ് മാത്രം ഇട്ട് കൊടുക്കാം. എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ സൗണ്ട് കുറവാണെന്ന് പറയുന്നത്. എനിക്കറിയാം സൗണ്ട് കുറവാണെന്ന്, പക്ഷേ എനിക്ക് സൗണ്ട് കൂട്ടാൻ പറ്റില്ല. നമ്മൾ എന്തായാലും വയ്ക്കാത്തൊരു മൈക്കൊക്കെ മേടിക്കും. എനിക്ക് ഇത്ര സൗണ്ടിലേ പറ്റുള്ളൂ, അറിയത്തില്ല എന്താ സംഭവം. ഇവിടെ കുറേ കിലോയും കാക്കകളൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടാവില്ലേ, പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വേറെ വഴിയില്ല. അയ്യോ തെറ്റി.
രണ്ടായി എനിക്ക് മസ്കാര. ഇത് നമ്മൾ എന്ത് ഐലൈനർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും ലിപ്സ്റ്റിക് ഇടണം. ഐലൈനർ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ കൺസീലർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് നമ്മൾ മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഓൾ ലുക്കിനെ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ കണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ മസ്കാര ഞങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഒറ്റക്കുള്ളൊരു വീഡിയോ ഞാൻ ഇടാട്ടോ. എനിക്ക് ഐലാഷസൊക്കെ കുറച്ച് നേച്ചുറലായിട്ട് തോന്നിക്കൂട്ടോ. ഞാൻ അടിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ണൊന്ന് വൈഡായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കണ്ണിൽ ഇങ്ങനെ മസ്കാര ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, കാലം കുറച്ചൊരു തിളക്കം കിട്ടും, നല്ല പറ്റില്ല കാണാൻ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ മേക്കപ്പ് ഐറ്റംസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഐ ഷാഡോ, മസ്കാര, കൺസീലർ. ഹൈലൈറ്റർ നിങ്ങൾ കൂട്ടേണ്ട, അതിന് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്ത് മാത്രം. ഈ വെറും 5 പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ സിമ്പിൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പാണ്. കാരണം ഇങ്ങനെ മിനിമലായിട്ട് പോയാൽ മതി. കാരണം ഒരു പാർട്ടി ലുക്കിലൊന്നും നമ്മൾ ഡെയിലി പോകണ്ടല്ലോ, നമുക്കൊരു സിമ്പിൾ ലുക്ക് മതി. ഇനിയിപ്പോൾ അത്രയ്ക്ക് പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. നിങ്ങൾ ഒരു കൺസീലറും ഒരു ലൂസ് പൗഡറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം എൻ്റെ കയ്യിൽ സൗണ്ട് ഇല്ല, പക്ഷേ എനിക്ക് സൗണ്ട് കുറേ എടുക്കുമ്പോൾ ഞാൻ വേറെ ആരോടോ ഒച്ചത്തിൽ പറയണ പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഓവറാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കാത്തത്. അപ്പോൾ ഇനി എന്തായാലും ഞാനൊരു മൈക്കൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സൗണ്ടിൽ നിങ്ങളോട് സംസാരിക്കും എന്തായാലും ഇൻഷാല്ലാ കുറച്ചായിട്ട്. പിന്നെ ഇവിടെ പുറത്തുള്ള നോയ്സസൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, പക്ഷേ ക്ഷമിച്ച് തരാം. കാരണം എനിക്ക് വേറെ വഴിയില്ല, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ കുറച്ച് വെളിച്ചമൊക്കെ ഉള്ളത് കേട്ടോ, ഉള്ളിൽ നല്ല ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നിരുന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഡെയിലി എനിക്ക് കൂടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു സന്തോഷം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.